ഈ മാർക്കറ്റ് എത്രമാത്രം ബിൽഡ് ആവുന്നു, എത്രമാത്രം എക്സ്പാൻഡ് ആവുന്നു, അത്രമാത്രം എല്ലാവരും ആ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഒരിക്കലും അത് ഡൗൺ ആവുന്നില്ല. സോ ഓഫ് കോഴ്സ് നമുക്ക് വേണ്ടതും എക്സ്പാൻഷൻ തന്നെയാണ്, ഏതൊരു സൈഡിലാണ്, ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ. ഹായ്, ഹായ്, എന്താണ് പേരെന്താണ്? എൻ്റെ പേര് മുഹമ്മദ് നബീൽ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവന്റ്? ഓക്കെ, ഓവറോൾ ഇവന്റ് വാസ് ലൈക്ക് നെറ്റ്വർക്ക് ഈസ് ദ നെറ്റ്വർക്ക് എന്നുള്ള സാധനം ലൈക്ക് പ്രൂവൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ലൈക്ക് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും പറ്റി. മാത്രമല്ല എല്ലാവരും ലൈക്ക് ആ ഒരു ലെവലിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമ്മളെ ടോക്ക് ആയാലും ഈവൻ ഏതൊരു ഡിലേ ആണെങ്കിൽ പോലും നമുക്കത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു, ഭയങ്കര മീനിങ് ഫുൾ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഈ ഇവന്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻടേക്ക് എന്താ? ഇൻടേക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ഒരു സിമ്പിൾ വേർഡ്സിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രമാത്രം വാല്യുബിൾ ആയിരുന്നു. ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ ഐഡിയ അല്ലെങ്കിൽ ആ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതും, അതേപോലെ തന്നെ ഈ ഒരു മാർക്കറ്റിന്റെ ഈ ഒരു എക്സ്പാൻഷൻ ലൈക്ക് എങ്ങനെയാണ് ഇത് മാർക്കറ്റ് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്, ഇത് ലൈക്ക് നെറ്റ്വർക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തായിരുന്നു നിങ്ങളുടെ ഐഡിയ? ഓക്കെ, ഞാൻ ബേസിക്കലി നമ്മുടെ ഐഡിയ ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. അതായത് നമ്മൾ ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ ഫേം ആണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സർവീസസ് ആണ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, വെബ് സർവീസസ്. അപ്പം ബേസിക്കലി നമ്മൾ എന്താ ഉദ്ദേശിച്ചാൽ ആസ് എ പാർട്ട് ഓഫ് സ്റ്റാർട്ടപ്പ് നമ്മൾ കൂടുതലും നമ്മളിലേക്ക് ഒരു സ്റ്റാർട്ടപ്പ് വിൻഡോ ആയിട്ടാണ് നമ്മൾ ആളുകളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഐഡിയാസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈവൻ പോസിബിളി തിങ്ക് ചെയ്യാത്ത പോലും ആയിട്ടുള്ള ഐഡിയാസ് ഒരുപാട് പേര് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ ഓരോ ഐഡിയാസിനും ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആണ് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്റ്റാർട്ടപ്പിന്റെ ഒരു ഐഡിയ ബേസിക്കലി അതാണ്. യൂഷ്വലി ആര് ഒരു ഐഡിയ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഏതൊരു സൈഡിലാണെന്നുണ്ടെങ്കിലും, സോഫ്റ്റ്വെയർ സൈഡിലായാലും മാർക്കറ്റിംഗ് സൈഡിലായാലും സെയിൽസ് സൈഡിലായാലും, നമുക്ക് വിത്തിൻ എ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വിത്തിൻ അവർ ടീം ഇറ്റ് സെൽഫ് നമുക്ക് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടോട് കൂടി അതിനെ ആ ഒരു ഇന്നോവേറ്റീവ് ഐഡിയനെ ഇൻ ടു ദ ലൈഫ് നമ്മൾ ചെയ്യുക എന്നുള്ള ആ ഒരു ഇന്നോവേഷൻ പാർട്ടിനെ നമ്മൾ ഇൻ ടു ദ റിയൽ പാർട്ട് എന്നിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ഐഡിയ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ഫൗണ്ടേഴ്സിന് നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾ റെഫർ ചെയ്യും? ഓഫ് കോഴ്സ്, എന്തെന്നെയാലും കാരണം ഇത് റെഫർ ചെയ്യുന്നതോട് കൂടി വെച്ചാൽ ഇത് ആക്ച്വലി ഈ മാർക്കറ്റ് എത്രമാത്രം ബിൽഡ് ആവുന്നു, എത്രമാത്രം എക്സ്പാൻഡ് ആവുന്നു, അത്രമാത്രം എല്ലാവരും ആ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് ഡൗൺ ആവുന്നില്ല. സോ ഓഫ് കോഴ്സ് നമുക്ക് വേണ്ടതും എക്സ്പാൻഷൻ തന്നെയാണ്, ഏതൊരു സൈഡിലാണ്, ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ.